ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസൻസ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ്, എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരാടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ലാമിയർ മാട്രസ്, സുഖമായ ഉറക്കത്തിന് ലാമിയർ ഉള്ളപ്പോൾ പിന്നെ എന്തിന് ടെൻഷൻ? മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. My G Future. Experience the next. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. പിട്ടാപ്പിള്ളിൽ ബൈ ആൻഡ് ഫ്ലൈ. നേടൂ യൂറോപ്പിലേക്ക് സ്വപ്നയാത്ര. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. നമസ്കാരം. അതിവേഗ വാർത്തകൾ ആരംഭിക്കും. വയനാട് പുനരധിവാസം സഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. പുനരധിവാസം എങ്ങും എത്താത്ത സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം. 8 മാസമായിട്ടും പാക്കേജുകൾ കടലാസിൽ മാത്രം ഒതുങ്ങുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. പുനരധിവാസത്തിനുള്ള പട്ടിക പോലും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെന്ന് ടി സിദ്ദിഖ് MLA. മാർച്ച് 27 ടൗൺഷിപ്പ് തറക്കല്ലിടുമെന്ന് റവന്യൂ മന്ത്രി. VS അച്യുതാനന്ദൻ പാർട്ടിയുടെ സമുന്നതനായ നേതാവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. VSനെ ക്ഷണിതാവ് സ്ഥാനത്ത് നീക്കിയെന്ന വാർത്ത ശരിയല്ല. ക്ഷണിതാക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക പാർട്ടി കോൺഗ്രസിന് ശേഷമാണ്. പാർട്ടി മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ പരാമർശം. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളായ ഷുഹൈബിനും നാസറിനും 3 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത്. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. പ്രതിയെ കൊല്ലപ്പെട്ട ലത്തീഫിന്റെ വീട്ടിലെത്തിച്ചു. ലത്തീഫിന്റെ ഫോൺ പരിസരത്ത് നിന്ന് കണ്ടെത്തി. സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് താക്കോലും കണ്ടെടുത്തു. കൊല്ലത്ത് സ്യൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്തി. അസ്ഥികൂടം കണ്ടെത്തിയത് ശാരദമഠം CSI പള്ളിയിലെ സെമിത്തേരിക്ക് സമീപം. അസ്ഥികൂടം ദ്രവിച്ചു തുടങ്ങിയ അവസ്ഥയിൽ എല്ലാ അസ്ഥികളുമില്ലെന്ന് പ്രാഥമിക നിഗമനം. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താത്തതിൽ വിഷമമില്ലെന്ന് CPIM നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ. ഒരു സ്ഥാനവും ആഗ്രഹിക്കുന്ന ആളല്ല താൻ. പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി താൻ കൃത്യമായി ചെയ്യുമെന്നും തനിക്കില്ലാത്ത വിഷമമാണ് മറ്റു ചിലർക്കെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ലവ് ജിഹാദ് പരാമർശം നടത്തിയ BJP നേതാവ് PC ജോർജിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ സംയുക്ത പ്രസ്താവന ഒപ്പിട്ടു. നിരന്തരം മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം പുരട്ടിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന PC ജോർജ് കേരളീയ സമൂഹത്തിലെ സ്ഥിരം വിദ്വേഷ പ്രചാരകനും വർഗീയ ലഹളയുടെ ആസൂത്രകനുമാണെന്നും പ്രസ്താവനയിൽ പറയും. വേതന വർധനവടക്കം ആവശ്യപ്പെട്ട ആശമാർ നടത്തുന്ന സമരം 2ാം ഘട്ടത്തിലേക്ക്. മാർച്ച് 17 സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. UDF MPമാർ ഇന്ന് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കും. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന് ആശമാർ. ഘടകകക്ഷികളുമായുള്ള ഹൈക്കമാൻഡിന്റെ കൂടിക്കാഴ്ച UDFൽ ആരംഭിച്ചു. സംസ്ഥാന കോൺഗ്രസിലുണ്ടായിരുന്ന പരസ്പര പഴിചാരലുകൾ ഇനി ഉണ്ടാകില്ലെന്ന് ഘടകകക്ഷികൾക്ക് ഹൈക്കമാൻഡ് ഉറപ്പു നൽകി. തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലുമടക്കം നേരത്തെ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും നേതാക്കൾ പറഞ്ഞു. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. രാവിലെ 10 മുതൽ 3 വരെ വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്.
എറണാകുളം പെരുമ്പാവൂരിൽ വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ. തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയ 4 ബംഗ്ലാദേശികളുടെ കയ്യിലും വ്യാജ ആധാറുകൾ. വിവരശേഖരണവുമായി NIAയും ബംഗ്ലാദേശിൽ നിന്നുള്ളവർക്കടക്കം വ്യാജരേഖകൾ നിർമ്മിച്ചിരുന്നത് ഇവിടെ നിന്നെന്ന് കണ്ടെത്തി. ഉത്തർപ്രദേശിലെ സംഭലിൽ BJP നേതാവിനെതിരെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി. ഗുൽഫാം സിംഗ് യാദവ് എന്ന ഗ്രാമമുഖ്യനാണ് കൊല്ലപ്പെട്ടത്. ബൈക്കിലെത്തിയ 3 യുവാക്കളാണ് കൊല നടത്തിയതെന്നാണ് വിവരം. അന്വേഷണം ആരംഭിച്ചതായി ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസിൽ ദ്വീപ് രാഷ്ട്രീയത്തിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന മോദി രാജ്യത്തെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, വ്യാപാരം, സമുദ്ര സുരക്ഷാ മേഖലയിൽ മൗറീഷ്യസുമായി കരാറുണ്ട്. യുഎസിലെ കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു. മഹ്മൂദ് ഖലീലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ പരിശോധനയും അറസ്റ്റ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഔദ്യോഗികമായി മാപ്പ് പറഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാപ്പ് പറഞ്ഞ് ഔദ്യോഗികമായി കത്തയച്ചു. ഓവൽ ഓഫീസിലെ കൂടിക്കാഴ്ചയിൽ ട്രംപും സെലൻസ്കിയും തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ക്ഷമാപണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച വൈകില്ലെന്ന് സൂചന. സമൂഹ മാധ്യമമായ എക്സിന്റെ പ്രവർത്തനം നിലച്ചതിൽ ഗൂഢാലോചന സംശയിച്ച് ഇലോൺ മസ്ക്. തിങ്കളാഴ്ച എക്സ് വലിയ സൈബർ ആക്രമണം നേരിട്ടതിനെ തുടർന്നാണ് പ്രവർത്തനം മുടങ്ങിയതെന്നും ഇതിന് പിന്നിൽ സംഘടിത ശക്തിയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യയിൽ ഉൾപ്പെടെ പലയിടത്തും എക്സ് പണിമുടക്കി. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് വത്തിക്കാൻ. ചികിത്സകളോട് മാർപ്പാപ്പ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്, അപകടാവസ്ഥ തരണം ചെയ്തെന്നും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുമെന്നും വത്തിക്കാൻ അറിയിച്ചു. സിറിയയിൽ ആരംഭിച്ച സൈനിക നടപടി അവസാനിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം. പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ അനുയായികൾ അക്രമാസക്തമായതോടെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. സംഘർഷത്തിൽ 1130-ലേറെ പേർ കൊല്ലപ്പെട്ടു. പ്രതികാര കൊലയാണ് നടന്നതെന്ന് ആരോപണം. കുവൈറ്റിൽ ജലവൈദ്യുതി പുനരുപയോഗ ഊർജ്ജ വകുപ്പ് മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബുഷാഹരി രാജിവെച്ചു. മന്ത്രിയുടെ രാജി അമീരി ദിവാൻ സ്വീകരിച്ചു. പകരം താൽക്കാലിക ചുമതല മന്ത്രി നൂറ അൽ മാഷാലിന് നൽകി കൈമാറി ഉത്തരവിറക്കി. ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് പ്രാബല്യത്തിൽ വരുത്താൻ പ്രധാനമന്ത്രിയോട് നിർദ്ദേശിച്ചു. മലപ്പുറം കരുവാരക്കുണ്ടിലെ കേരള എസ്റ്റേറ്റിൽ കടുവയുടെ സാന്നിധ്യം. എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ കണ്ടത്. വനംവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് DFO G ധനിക് ലാൽ ഉൾപ്പെടെയുള്ള RRT സംഘത്തിലെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം മൃഗശാലയിലെ മ്ലാവിന് പേവിഷബാധ സ്ഥിരീകരിച്ചു. മൃഗശാലയിൽ ഞായറാഴ്ച ചത്ത മ്ലാവ് വർഗത്തിൽപ്പെടുന്ന സംബാർ ഡിയറിനാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് മ്ലാവിന് പേവിഷബാധ സ്ഥിരീകരിച്ചത്. മ്ലാവിനോട് അടുത്തിടപഴകിയ മുഴുവൻ ജീവനക്കാർക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകി. ആലപ്പുഴ മാന്നാറിൽ വളർത്തുനായയുടെ കടിയേറ്റ് വീട്ടമ്മയ്ക്ക് പരിക്ക്. മാന്നാർ പഞ്ചായത്ത് മെച്ചാട്ട് സ്വദേശി ഷൈമ സുഭാഷിനാണ് നായയുടെ കടിയേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് നായയെ വളർത്തുന്ന അയൽവാസിയായ സ്ത്രീയുടെ പേരിൽ മാന്നാർ പോലീസിൽ പരാതി നൽകി. മൂന്നാറിൽ പരിക്കേറ്റ ഒറ്റക്കൊമ്പനെ വെറ്റിനറി സർജൻമാരുടെ സംഘം പരിശോധിച്ചു. ആനയുടെ പരിക്ക് ഗുരുതരമല്ല. കാലിലെ മുറിവുണങ്ങി തുടങ്ങി. നടക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ബുദ്ധിമുട്ടുകളില്ല. ആന കല്ലാർ മേഖലയിൽ തന്നെ ദീർഘദൂരം സഞ്ചരിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വെറ്റിനറി സർജൻമാർ ആനയെ പരിശോധിക്കും. 1 മാസം മുൻപ് പടയപ്പിയുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഒറ്റക്കൊമ്പന് പരിക്കേറ്റത്. തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായകൾക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് ആരംഭിച്ചു. ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റുമതിലകത്തുള്ള നായ്ക്കളെ പിടികൂടി കുത്തിവെച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കൊടുങ്ങല്ലൂർ വെറ്റിനറി പോളിക്ലിനിക്കുമായി ചേർന്ന് എല്ലാ വാർഡുകളിലുമായി ആദ്യഘട്ടത്തിൽ 500 നായ്ക്കൾക്കാണ് കുത്തിവയ്പ് നടത്തുന്നത്. കൊച്ചിയിൽ യുവതിയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ.
ക്യൂൻസ് വാഗ്മയിൽ കുടുംബസമേതം എത്തിയ യുവതിയോടാണ് മോശമായി പെരുമാറിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അബ്ദുൾ ഹക്കീം, അൻസാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും വഴി ഇവർ പോലീസ് ജീപ്പിന്റെ ചില്ലും അടിച്ചു തകർത്തു. ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ്. തൃശൂർ മണ്ണൂത്തിയിൽ കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിൽ. വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന 11 കിലോ കഞ്ചാവുമായി SK, സൂഫൽ, സുർജിത് ദാസ് എന്നിവരാണ് മണ്ണൂത്തി പോലീസ് പിടികൂടിയത്. വാണിയമ്പാറ പ്രദേശങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. കോഴിക്കോട് കണ്ടംകുളങ്ങരയിലെ ഹോം സ്റ്റേയിൽ വൻലഹരി മരുന്ന് വേട്ട. 79.74 ഗ്രാം MDMA-യുമായി 3 പേരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശികളായ മിഥുൻ രാജ്, നിജിൻ, രാഹുൽ എന്നിവരാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏലത്തൂർ പോലീസ് പരിശോധന നടത്തുന്നു. എറണാകുളം ചെമ്മങ്ങനാട് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന 3-അംഗ സംഘം പിടിയിൽ. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായത്. 1.25 കിലോഗ്രാമോളം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളാണ് പോലീസ് പിടികൂടിയത്. വീട്ടിൽ നിരന്തരം ആളുകൾ വന്നു പോകുന്നത് കണ്ട് വീട്ടുടമസ്ഥൻ സംശയം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഇവർ നിരീക്ഷണത്തിലായിരുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് പിടിയിൽ. എരവട്ടൂർ കനാൽമുക്ക് സ്വദേശി മുഹമ്മദ് ഷമീമാണ് പിടിയിലായത്. യുവാക്കൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇടയിലാണ് കഞ്ചാവ് വിതരണം. ബിരിയാണി മസാല പാക്കിങ്ങിന്റെ മറവിലാണ് വിൽപ്പന. ഇയാളിൽ നിന്ന് 87.17 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കാസർഗോഡ് ബേക്കലിൽ വൻ മയക്കുമരുന്ന് വേട്ട. 20 ഗ്രാം MDMA-യുമായി കുതിരക്കോട് സ്വദേശി നിസാം KA ബേക്കൽ പോലീസിന്റെ പിടിയിലായി. വാഹന പരിശോധന നടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് സ്കൂട്ടർ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിച്ചയാളെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെത്തിയത്. കാസർഗോഡ് കല്ലൂരാവി ബാവൻ നഗറിൽ വാഹനാപകടം. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാർ മതിലിൽ ഇടിക്കുകയായിരുന്നു. പോലീസിനെ കണ്ട സംഘം കാർ അമിത വേഗതയിൽ പിന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. പിന്നീട് നടത്തിയ പരിശോധനയിൽ കാറിനുള്ളിൽ നിന്നും 1.5 ഗ്രാമോളം MDMA കണ്ടെത്തി. ഇതേ തുടർന്ന് കാറിലുണ്ടായിരുന്ന 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ഇരിട്ടി ടൗണിൽ യുവാവിന്റെ പരാക്രമം. സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിച്ച ആളെ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പോലീസ് പിടികൂടി. ആറളം ഫാം മേഖലയിൽ താമസിക്കുന്ന യുവാവാണ് അതിക്രമം നടത്തിയത്. തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ ഇയാളെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിന്റെ കെട്ടിടത്തിന്റെ 2ാം നിലയിലേക്ക് കയറി നെയിം ബോർഡിനിടയിൽ ഒളിച്ചിരുന്നു. കൊല്ലം അഞ്ചലിൽ മധ്യവയസ്കരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് പോലീസ് നിഗമനം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അലയമൺ മീൻകുളം പഞ്ചായത്ത് ഓഫീസിനും പിറകുവശത്തെ റബ്ബർ തോട്ടത്തിലാണ് 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരം കരമനയിൽ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ മോഷണം നടത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. കോട്ടയ്ക്കകം സ്വദേശികളായ അനീഷ്, അജിത്, കാർത്തിക എന്നിവരാണ് പിടിയിലായത്. വൃദ്ധ ദമ്പതികളുടെ വീട്ടിലെത്തിയ 3-അംഗ സംഘം കത്തികാട്ടി 4 പവൻ മാല കവരുകയായിരുന്നു. മലപ്പുറം ചേകന്നൂരിൽ കഞ്ചാവ് ലഹരിയിൽ റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. കഴിഞ്ഞ ദിവസം പൂരത്തിന് പങ്കെടുക്കാനെത്തിയ യുവാക്കൾ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. പിന്നീട് വെട്ടുകത്തിയുമായി എത്തിയ ഒരു യുവാവ് പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് യുവാക്കളെ പൊന്നാനി പോലീസിന് കൈമാറി. തൃശൂർ കടങ്ങോട് ഖാദർപടിയിൽ ബസ്സിനെ മറികടക്കുന്നതിനിടയിൽ കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്കേറ്റു. തൃപ്പല്ലൂർ സ്വദേശികളായ ജിജിൻ, വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഖാദർപടി സെന്ററിൽ വെച്ച് അപകടമുണ്ടായത്. ബസ്സിനെ മറികടക്കുകയായിരുന്ന കാർ ബൈക്കിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റ 2 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വെള്ളനാട് പെട്രോൾ പമ്പിലെത്തിയ യുവാവിനും ബന്ധുവിനും 3-അംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനം. ഉറിയാക്കോട് സ്വദേശി നിധിൻ, ബന്ധു ഗോകുൽ എന്നിവർക്കാണ് ബൈക്കിലെത്തിയ സംഘത്തിന്റെ മർദ്ദനമേറ്റത്. സംഭവത്തിൽ വെള്ളനാട് സ്വദേശികളായ മനു, രാഹുൽ, ശ്രീകുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിധിന്റെ ബന്ധുവായ രാഹുലുമായി പ്രതികൾക്കുള്ള മുൻവൈരാഗ്യത്തെ തുടർന്നാണ് മർദ്ദനം. തിരുവനന്തപുരം പാറശാലയിൽ ലക്ഷങ്ങളുടെ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ മോഷണം പോയി. റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായുള്ള ഉൽപ്പന്നങ്ങളാണ് മോഷണം പോയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാറശാല പോലീസിൽ പരാതി നൽകി.
അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. സർ, ആദ്യത്തെ കാപ്പി അമ്മയ്ക്ക്. പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ പുതിയ തുടക്കങ്ങൾ ശുഭകരമാകും. അതിനാൽ മുത്തൂറ്റ് ഫൈനാൻസ് കാലങ്ങളായി ഓരോ പുതിയ തുടക്കത്തിലും വിശ്വസ്ത പങ്കാളി. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. Kavita Gold and Diamonds. Choose your special. Kairali Agriculture Multi-State Cooperative Society Limited. ലാമിയർ മാട്രസ്, സുഖമായ ഉറക്കത്തിന് ലാമിയർ ഉള്ളപ്പോൾ പിന്നെ എന്തിന് ടെൻഷൻ? മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. My G Future. Experience the next. സതേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. പിട്ടാപ്പിള്ളിൽ ബൈ ആൻഡ് ഫ്ലൈ. നേടൂ യൂറോപ്പിലേക്ക് സ്വപ്നയാത്ര. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. അതിവേഗ വാർത്തകൾ തുടരുന്നു. ശബരിമലയിൽ 18ാം പടി കയറിയാലുടൻ അയ്യപ്പനെ കാണാനുള്ള സംവിധാനം നടപ്പാക്കുന്നു. മീനമാസ പൂജയ്ക്കായി നട തുറക്കുന്നതോടെ പുതിയ സംവിധാനം നിലവിൽ വരും. പടി കയറി ഇടത്തേക്കു തിരിഞ്ഞ് ഫ്ലൈ ഓവറിൽ ക്യൂ നിന്ന് സോപാനത്തെത്തുന്ന സംവിധാനം ഒഴിവാക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2-3 ഘട്ടങ്ങളുടെ വികസനത്തിന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചതിന് പിന്നാലെ ഔദ്യോഗിക കമ്മീഷനിങ്ങും വൈകാതെ ഉണ്ടാകുമെന്ന സൂചന. 2028ഓടെ അടുത്ത 2 ഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. വികസനങ്ങൾക്കായി 77 ഹെക്ടർ വിസ്തൃതിയിലാകും ഭൂമി ഏറ്റെടുക്കൽ നടക്കുക. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി തലസ്ഥാന നഗരം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഭക്തർ കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 13-നാണ് ആറ്റുകാൽ പൊങ്കാല. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 3800 പോലീസ് ഉദ്യോഗസ്ഥരാണ് നിയോഗിച്ചിരിക്കുന്നത്. കൊല്ലം പെരുന്നാട് കുഴിയത്തക്കാവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ആയില്യ പൊങ്കാല നടന്നു. പൊങ്കാലയുടെ ഭാഗമായി കൊല്ലം താലൂക്ക് യൂണിയൻ ചെയർമാൻ ഗിരീഷ് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ തിരുമേനി പണ്ടാരടുപ്പിൽ തീ പകർന്നതോടുകൂടി ആയില്യ പൊങ്കാല ആരംഭിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയുടെ പ്രധാന വീഥികളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു. സോളാർ ലൈറ്റുകളുടെ ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. സോളാർ എനർജി കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് ലൈറ്റുകളാണ് നെടുമങ്ങാട് നഗരത്തിന്റെ വിവിധ വഴികളിലും 39 വാർഡുകളിലെ പ്രധാന ജംഗ്ഷനുകളിലും ലൈറ്റുകൾ സ്ഥാപിക്കും. നെടുമങ്ങാട് നഗരസഭയും സ്റ്റാർ കൊമേഴ്ഷ്യൽ ഇന്നൊവേഷൻസ് കമ്പനിയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ കിഴക്കും പാട്ടക്കര ഡിവിഷനിലെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. ഉണർന്നിരിക്കാം ഉരുകിത്തീരാതിരിക്കാൻ എന്ന മുദ്രാവാക്യമുയർത്തിയ പ്രചരണ പരിപാടി സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ദീപം തെളിയിക്കലും നടത്തി. തൃശൂരിൽ വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 77ാമത് സ്ഥാപക ദിനം ആഘോഷിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PM മുഹസിൻ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി MK ഹബീബ് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. മലപ്പുറം വളാഞ്ചേരിയിൽ അംഗനവാടികൾക്ക് മിക്സി വിതരണം ചെയ്തു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മിക്സി വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അബൽത്തിങ്കൽ നിർവഹിച്ചു. മലപ്പുറം വള്ളിക്കാവ് മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാലയും നടന്നു. ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ നടന്ന പൂജകൾക്ക് തന്ത്രി കാലടി പടിഞ്ഞാറിടത്ത് മനക്കൽ ശങ്കരനുടെ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പൊതുവഴിയിൽ അനധികൃത മാലിന്യം തള്ളി. മാലിന്യം നിക്ഷേപിച്ചത് പ്രദേശവാസിയായ കടക്കാരൻ. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് 5000 രൂപ പിഴയെടുത്തു.
ആലപ്പുഴ ജില്ലയിൽ ജനകീയ കവചം എന്ന പേരിൽ ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി വർദ്ധിച്ചു വരുന്ന വയലൻസിനും സിന്തറ്റിക് രാസലഹരി വ്യാപനത്തിനുമെതിരെ യുവതിയുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാനാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മലപ്പുറത്ത് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ജ്വാല 3.0 എന്ന പേരിൽ വനിതാ സ്വയം രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു. മലപ്പുറം MSP കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചിറ്റാട്ടുകരയിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി വാഗ കോലാരിത്തോട് സംരക്ഷണത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 585 മീറ്റർ നീളത്തിൽ കരിങ്കൽ, സിമന്റ്, ഭീം എന്നിവ ഉപയോഗിച്ചാണ് തോടിന്റെ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നത്. നഗര സഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 85 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത്. മെയ് മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കും. കുട്ടനാട്ടിലെ നെല്ല് സംഭരണം സുഗമമാക്കാൻ മില്ലുടമകളുമായി സർക്കാർ ചർച്ച ആരംഭിക്കണമെന്ന് ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലും ഈർപ്പത്തിന്റെ പേരിൽ നെല്ല് കുത്തി സംഭരിക്കാൻ മില്ല് ഏജന്റുമാർ നിസ്സഹരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉടൻ ചർച്ച നടത്തണം. കർഷകരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ ചർച്ചകളിൽ സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൈനക്കരി മണ്ഡലം 6ാം വാർഡ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മാനാട് മൂഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ നന്ദിയോട് ആനാട് പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി LDF ഗവൺമെന്റും സ്ഥലം MLAയും അട്ടിമറിച്ചു എന്നാരോപിച്ചാണ് സമരം. പഞ്ചായത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. KPCC നിർവാഹക സമിതി അംഗം കരകുളം കൃഷ്ണപിള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലമഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ തോയിത്തല മോഹനൻ. ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് നിയമനം നടത്താൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവുന്നില്ലെന്നാണ് മോഹനന്റെ പരാതി. മലപ്പുറം എടയൂരിൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചു. പഴയ ചന്തയിൽ ആവർത്തിക്കുന്ന അനധികൃത കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടായി ഉപരോധം. അശാസ്ത്രീയമായ പ്ലാന്റിന്റെ പ്രവർത്തനം കാരണം പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾ ദുർഗന്ധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നു. തൃശൂർ വടക്കാഞ്ചേരിയിൽ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുഴുവൻ സ്കിൽഡ് തൊഴിലാളികളുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം പയ്യനാട് മണ്ഡലം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സംയുക്തമായി കുട്ടിക്കട സഹകരണ ബാങ്കിന്റെ മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അഴിമതി നടത്തി പാവങ്ങളുടെ പണം തട്ടിയ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി RS അബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി മയക്കുമരുന്ന് ഉപയോഗങ്ങൾക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. അന്യ സംസ്ഥാനങ്ങളിൽ ലഹരി വിൽപ്പനക്കാർക്കും ഉപയോഗക്കാർക്കും മുന്നറിയിപ്പ് നൽകാൻ വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കാനും പരിസര പ്രദേശങ്ങളിലും മറ്റും പ്രാദേശിക ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും സമിതിയിൽ തീരുമാനമെടുത്തു. തൃശൂരിൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷരായതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് വാർഡ് സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. അന്നക്കര വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ മലക്കുടി 9ാം വാർഡിൽ നിർമ്മിക്കുന്ന 138ാം നമ്പർ അംഗനവാടിയുടെ കട്ടിളവയ്പ് ചടങ്ങുകൾ നടന്നു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടിക്ക് കെട്ടിടം പണിയാനായി 3 സെന്റ് സ്ഥലം 5.20 ലക്ഷം രൂപ ജനകീയ പങ്കാളിത്തത്തോടെ സമാഹരിക്കുകയായിരുന്നു. തൃശൂരിൽ അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ കലോത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൃത്തവും പാട്ടുമടക്കം 30 ഇനങ്ങളിലായി 62 പേർ പങ്കെടുത്തു. ആലപ്പുഴ നഗരസഭ ഓഫീസ് പുതിയ ശതാബ്ദി സ്മാരക മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാധ്യക്ഷ KK ജയമ്മ പൂന്തോട് വാർഡ് സ്വദേശി ജെയിംസ് നാലുകണ്ടത്തിലെ കെട്ടിട നികുതി രസീറ്റ് നൽകി പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പുതിയ മന്ദിരത്തിലേക്ക് മാറ്റി. കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ കുറഞ്ഞ നിരക്കിൽ 11 കായിക ഇനങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി വേനൽക്കാല ക്യാമ്പ് നടത്തുന്നു.
5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സമ്മർ ക്യാമ്പ്. ജില്ലയിൽ 7 കേന്ദ്രങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ അഡ്വാൻസ്ഡ് മൈക്രോബയോളജി ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മാർച്ച് 20 വൈകിട്ട് 4 വരെ അപേക്ഷ സ്വീകരിക്കും. മോഹൻ രാജ സംവിധാനം ചെയ്ത് രവി മോഹൻ നായകനായ ചിത്രം എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി പുനഃപ്രദർശനത്തിലെത്തുന്നു. മാർച്ച് 14 പുനഃപ്രദർശനം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ബോക്സിംഗിന്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ചിത്രത്തിന്റെ അന്ന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. രാജമൗലി ചിത്രം SSMB 29 ചിത്രീകരണത്തിനിടെ ലൊക്കേഷനിൽ വീഡിയോ ചോർന്നു. കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ സെറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. മഹേഷ് ബാബുവാണ് ദൃശ്യത്തിലെ ഒരാൾ. ഇദ്ദേഹം വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾക്ക് അഭിമുഖമായാണ് നിൽക്കുന്നത്. ഇത് പൃഥ്വിരാജാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ. വിവിധ അക്കൗണ്ടുകളിലൂടെ എക്സിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ സിനിമയുടെ അണിയർ പ്രവർത്തകർ ഇടപെട്ട് നീക്കം ചെയ്തു. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമായ സുമതി വളവിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ചിത്രം മെയ് 8 തിയേറ്ററുകളിലെത്തുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സിനിമയുടെ തിരക്കഥാകൃത്തായ അഭിലാഷ് പിള്ളയാണ് ഇക്കാര്യം അറിയിച്ചത്. ജോഷി വള്ളിത്തല സംവിധാനം ചെയ്ത ചിത്രം തിരുത്ത് മാർച്ച് 21 തിയേറ്ററുകളിലെത്തും. ജോഷി തന്നെ കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ച ചിത്രം ഗ്രാമീണ നന്മയുടെ കുടുംബകഥയാണ് പറയുന്നത്. AMK പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീരേഖാനിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. നാട്യധർമ്മി ക്രിയേഷന്റെ ബാനറിൽ AK കുഞ്ഞിരാമ പണിക്കർ കഥ, തിരക്കഥ, സംഭാഷണം എഴുതി സംവിധാനം ചെയ്യുന്ന അത്തരെ ഉദയ ഏപ്രിൽ 18 പ്രദർശനത്തിലെത്തും. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ നാടക കലാകാരന്മാർക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രമൊരുക്കുന്നത്. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകും. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് TV. ഹ്യൂറിക്സോ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ TV. 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ട് ഹ്യൂറിക്സ് ഗൂഗിൾ TV. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു.